ഹായ് ഓൾ, പുതിയൊരു കേക്ക് വ്ലോഗ് കാണാം. ഇന്ന് നമുക്ക് ഒരു വെഡ്ഡിങ് കേക്കാണ് കേട്ടോ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ 4 kg ആണ് കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ട്. അപ്പോൾ ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ചെയ്യണത്, 2 kg 2 kg ആയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്തത് നമ്മൾ 8 എഗ്ഗ് വെച്ചിട്ടുള്ള ബാറ്ററും രണ്ടാമത് ചെയ്തത് നമ്മൾ 7 എഗ്ഗ് വെച്ചിട്ടുള്ള ബാറ്ററുമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കേക്കിന് നമ്മൾ ടിൻ സൈസ് സെലക്ട് ചെയ്തിട്ടുള്ളത് 9 ഇഞ്ചിലും 7 ഇഞ്ചിലും 5 ഇഞ്ചിലുമാണ്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ 2 ടിന്നും 5 ഇഞ്ചിൻ്റെ 2 ടിന്നും കയ്യിലുണ്ട്. 9 ഇഞ്ചിൻ്റെ ഒറ്റ ടിന്നേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 ടിന്നിൽക്കും 2 ബാച്ചിലും നമ്മൾ ഇങ്ങനെ 9 ഇഞ്ചിൽ 2 വെട്ടായിട്ട് അങ്ങനെ കേട്ടോ കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക് നമുക്ക് എല്ലാം അത്യാവശ്യം ഹൈറ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കട്ട് ചെയ്യണതിൽ ഏറ്റവും ടോപ്പിലുള്ള 2 കേക്ക് 7 ഇഞ്ചിൽ ചെയ്തതും അതുപോലെ 5 ഇഞ്ചിൽ ചെയ്ത കേക്കും 5 ലെയറായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നോർമലി നമ്മൾ എങ്ങനെ ചെയ്യണത് ആ ഒരു കട്ടിക്ക് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ 9 ഇഞ്ചിൽ ചെയ്ത കേക്ക് നമ്മൾ 4 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്. അത്യാവശ്യം കട്ടിക്കാണ് ചെയ്യണത്. നോർമൽ ചെയ്യണതിനേക്കാളും ഒന്നുകൂടെ കട്ടിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഏറ്റവും നമ്മൾ ബോട്ടം ടയറാണല്ലോ, അപ്പോൾ അതുകൊണ്ട് മുകളിലത്തെ കേക്കിൻ്റെ ഒക്കെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ വെഡ്ഡിങ് കേക്ക് ആവുമ്പോൾ നമുക്ക് അത്യാവശ്യം ലോങ് ഉണ്ട്. പിന്നെ അതുപോലെ എത്ര ടൈം വരെ പുറത്തിരിക്കും എന്ന് നമുക്കറിയില്ല. നമ്മൾ പറഞ്ഞ ടൈമിലൊന്നും ചിലപ്പോൾ കട്ട് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഏറ്റവും താഴെയുള്ള കേക്ക് അത്യാവശ്യം നമ്മൾ ചെറിയതായിട്ടൊരു കട്ടിക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഞാൻ ഡ്രം ബേസ് അല്ല എടുത്തിട്ടുള്ളത്, 2 ബേസ് നമ്മൾ ജോയിൻ ചെയ്തതാണ് കേട്ടോ. ഡ്രം ബേസ് മേടിക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് വന്ന ഓർഡറാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കയ്യിലുള്ള നമ്മൾ 2 ബേസും കൂടി ജോയിൻ ചെയ്തിട്ട് ഡബിൾ ടാപ്പ് ഒട്ടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല കട്ടിക്ക് തന്നെ കിട്ടും, വെയിറ്റ് ബാലൻസ് ചെയ്യാൻ നല്ല ഈസിയാണ് കേട്ടോ. ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ഓരോരോ കേക്കായിട്ട് നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം. താഴെയുള്ള ഈ ഒരു 9 ഇഞ്ചിൽ ചെയ്ത കേക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ ഒരുപാട് വെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. നോർമൽ ചെയ്യണതിന് അത്ര ഞാൻ വെറ്റ് ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് സോഫ്റ്റ് ആയി കഴിഞ്ഞാലും പ്രശ്നമാണ്, വെയിറ്റ് മുകളിൽ ഒരുപാട് വരാനുള്ളതാണ്. സാധാരണ ചെയ്ത് ചിലർ നോർമൽ പോലെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ എനിക്ക് എൻ്റെ ടെൻഷൻ കൊണ്ടായിരിക്കും എനിക്കത് അത്രയും സേഫായിട്ട് അവർ പ്രോഗ്രാം കഴിയുന്നത് വരെ അത് അങ്ങനെ ഇരിക്കണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 7 ഇഞ്ചിലുള്ള കേക്കും അതുപോലെ 5 ഇഞ്ചിലുള്ള കേക്കും 5 ലെയേഴ്സ് വെച്ചിട്ട് നമുക്ക് അതും ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. നമുക്ക് എങ്ങനെ ടിൻ സൈസ് സെലക്ട് ചെയ്യാമെന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഞാൻ 2 ടയർ കേക്ക് 2 kg വന്നു കഴിഞ്ഞാൽ 7 ഇഞ്ചിലും 5 ഇഞ്ചിലാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് 2 kg അവിടെ ആയി. പിന്നെ ഈ 9 ഇഞ്ചിൽ ചെയ്ത കേക്ക് നമുക്ക് 2 kg ആക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 4 kg ആവും. പക്ഷേ നമ്മൾ എങ്ങനെ ചെയ്ത് വന്നാലും ഈ ഒരു കേക്ക് നമുക്ക് ഞാൻ ചെയ്തപ്പോൾ 4.5 കിലോ ഉണ്ടായിരുന്നു കേട്ടോ, 500 ഗ്രാം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ നോർമൽ ക്രീമിൽ ഒരു ഡ്രോപ്പ് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളറിലാണ് കേട്ടോ ഞാനിവിടെ കേക്ക് കംപ്ലീറ്റ് 3 കേക്കും നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തെടുക്കണത്. അപ്പോൾ ഞാനിവിടെ കേക്ക് കൊടുക്കാനുള്ളത് എന്നാണോ അതിൻ്റെ തലേ ദിവസമല്ല, അതിൻ്റെ മുന്നത്തെ ദിവസമാണ് നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ സൺഡേ ആണ് നമ്മൾ കേക്ക് കൊടുക്കാനുള്ളത് എന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രൈഡേ നൈറ്റിൽ ക്രം കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സാറ്റർഡേ ആണ് ഞാനിവിടെ ഈ ഒരു ഫൈനൽ കോട്ട് ചെയ്യണത്. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമ്മൾ സെറ്റായി കഴിഞ്ഞാൽ കേക്ക് തെന്നി പോകാനോ പ്രശ്നമോ ഡാമേജ് ആവണ പ്രശ്നമോ ഒന്നും വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്ര കേക്ക് ചെയ്താലും എനിക്ക് 3 ടയർ കേക്കിൻ്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഞാൻ ഫസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന 3 ടയർ കേക്ക് വെഡ്ഡിങ് ടൈമിൽ ഒന്ന് ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ കസ്റ്റമർ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ തിരിച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം എനിക്ക് 3 ടയർ കേക്ക് ചെയ്യാമെന്ന് പറയുന്നത് നല്ല ടെൻഷനാണ് കേട്ടോ. പ്രത്യേകിച്ച് ആ ഒരു കേക്ക് നമുക്ക് 5 കിലോൻ്റെ കേക്കായിരുന്നു. ഇതിപ്പോൾ 4 കിലോനെ ആയാലും നമുക്ക് ആ ഒരു ടെൻഷനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫ്രൈഡേ നൈറ്റിൽ തന്നെ ക്രം കോട്ട് ചെയ്തത്. ഇതിപ്പോൾ സാറ്റർഡേ ആണ് നമ്മൾ ഈ ഒരു കേക്ക് 3 നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക്. അപ്പോൾ അതുകൊണ്ട് അലിയണ പ്രശ്നമോ തെന്നിപ്പോണ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു കേക്കിൽ ബ്രൈഡിൻ്റെ ഡ്രസ്സിൻ്റെ കളർ ഇതായതുകൊണ്ട് തന്നെ ഈ ഒരു സെയിം കളറിലുള്ള ഫ്ലവേഴ്സ് വെക്കണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫ്ലവേഴ്സ് പിന്നെ എപ്പോഴും ഈ കളറിലുള്ള ഫ്ലവേഴ്സ് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. നോർമലി എല്ലാ വെഡ്ഡിങ് കേക്കിനും ഈ ഒരു കളേഴ്സ് തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ ഞാൻ അതൊരു ബഞ്ചിൽ നിന്ന് എല്ലാം കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ലീഫും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന്
ഈ ഒരു ലീഫ് മാറ്റിയിട്ട് നമുക്ക് വേറെ ലീഫാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ കപ്പിൾസിൻ്റെ നെയിം ലെറ്റേഴ്സ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഷുഗർ ബോൾസ് ഞാൻ 70 രൂപയാണ് കേട്ടോ ഈ ഒരു ഷുഗർ ബോൾസിന് നമുക്ക് വന്നിട്ടുള്ളത്. അത്രയും റേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്കിലിടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 സൈസ് നമ്മളെ കയ്യിലുണ്ട്. ഏറ്റവും വലിയ സൈസാണ് ഇല്ലാത്തത്. കസ്റ്റമർ നമുക്ക് തന്ന പിക്കിൽ അവർ നമുക്ക് ഒരുപാട് ഷുഗർ ബീഡ്സ് ഉള്ളതാണ് കേട്ടോ തന്നിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കിന് മാച്ച് ആവണമെങ്കിൽ ഇടാമെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കേക്കിൽ ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ മേടിച്ച് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ ഈ കേക്കിൽ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കേക്ക് ഓരോന്നോരോന്നായിട്ട് സ്റ്റേക്ക് ചെയ്യാണ്. എനിക്ക് ഈ ഒരു ടൈം നല്ല ടെൻഷനുണ്ട് കേട്ടോ. അതെന്താണെന്നറിയില്ല. എനിക്ക് ഇതുവരെ നമ്മൾ ഫ്ലോപ്പായിട്ടുള്ള ഒരൊറ്റ കേക്ക് ഫ്ലോപ്പാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 3 ടയർ കേക്ക് മാത്രമാണ് ഞാൻ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ നമ്മൾ കേക്ക് തെന്നിപ്പോയൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത്. അത് അവർ കൊണ്ടുപോയ പ്രശ്നമാണ്. എന്നാലും എനിക്ക് 3 ടയർ കേക്ക് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ടെൻഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഡെക്കറേഷനാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. ഞാനിവിടെ ആ ഒരു ഗ്യാപ്പിൽക്കായിട്ട് ലേസാണ് കേട്ടോ വെച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോൺ പോലത്തെ ലേസ് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ലെയർ കട്ട് ചെയ്തിട്ട് അതാണ് ഞാൻ 2 ക്യാപ്പിലായിട്ടും വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്റ്റേജാണ് കേട്ടോ ഇത്. അപ്പോൾ അവർ പറഞ്ഞ ആ ഒരു കളറിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷുഗർ ബീഡ്സിൻ്റെ കാര്യം നമ്മളതിൽ ഒട്ടും യൂസ് ചെയ്തില്ല. കാരണം ഇത്രയും ഹെവി വർക്കായിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഷുഗർ ബോൾസ് വലിയ ബോൾസൊക്കെ വെച്ചപ്പോൾ ഞാൻ സൈഡിലൊന്ന് ട്രയൽ നോക്കിയിട്ടുണ്ടായിരുന്നു ചെയ്ത് വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് നോക്കിയപ്പോൾ ബോറായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ അത് ഇതിൽ യൂസ് ആക്കിയിട്ടേ ഇല്ല. അപ്പോൾ ആ നെയിം നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു വെഡ്ഡിങ് കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തോ കറക്റ്റായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളോടാണ് ഇത് ഡെലിവറി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് അതിലേറെ വലിയ ടെൻഷൻ. അവർ വന്ന് എടുക്കുമ്പോൾ അത്ര ടെൻഷൻ ഇല്ലെങ്കിലും എൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറയുമ്പോൾ വെഡ്ഡിങ് കേക്ക് ആകുമ്പോൾ നല്ല ടെൻഷനാണ്. അപ്പോൾ 1:30ക്കാണ് നമ്മളടുത്ത് കേക്ക് ഓഡിറ്റോറിയത്തിൽ എത്തിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 ടയർ ബോക്സ് അത് ബോക്സിൻ്റെ മുകളിനേക്കായി ഹൈറ്റ് ഉണ്ട് കേട്ടോ കേക്ക്. അപ്പോൾ ഞാൻ ബോക്സ് ക്ലോസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ കയ്യിലിങ്ങനെ മുകളിൽ പിടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കാറിലല്ല കൊണ്ടുപോയത്. ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് കേക്ക് സേഫ് ആവുമോ എന്നുള്ള ടെൻഷനായിരിക്കും. അപ്പോൾ ഞാൻ ഓട്ടോ വിളിച്ചിട്ട് ഞാനിങ്ങനെ സീറ്റിൽ വെച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കേക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് സ്റ്റേജിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കട്ട് ചെയ്യാനത് വരെ വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമുക്ക് വേറൊരു കേക്കിൻ്റെ ഓർഡറും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ ലേറ്റ് ആവും. അപ്പോൾ അവർ ടൈം എടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കേക്ക് അവിടെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 1.5 കിലോൻ്റെ ഒരു കേക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ ഫ്ലേവർ വന്നിട്ട്. അപ്പോൾ ഞാൻ വന്ന ഉടനെ ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് കേക്ക് റെഡിയാക്കാൻ നിന്നു. 7 ഇഞ്ചിലും 5 ഇഞ്ചിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. 1.5 കിലോനേ ഉള്ളൂ. അപ്പോൾ 2 കേക്കും ഞാൻ 4 ലേയേഴ്സ് വെച്ചിട്ടാണ് കേക്ക് നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ട്. ഡെക്കറേഷൻ ഒന്നും ചെയ്യാനില്ല. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ നെയിം വെച്ച് കൊടുക്കുക അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വന്ന ഓർഡറാണ്. ഞാനിവിടെ നമ്മൾ തിരൂർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഈ ഒരു ഓർഡർ വന്നത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. പെട്ടെന്ന് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്ത് നമ്മൾ സ്റ്റാക്ക് ചെയ്തിട്ട് തറവാട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക ചെയ്ത്. അപ്പോൾ അവർ അടുത്ത ദിവസം കേക്ക് എടുക്കാൻ വരുമ്പോൾ അവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യലും അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് സ്റ്റാക്ക് ചെയ്യലും ബോക്സ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 1.5 കിലോനായതുകൊണ്ട് പിന്നെ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് വെയിറ്റ് കൂടുമ്പോഴാണ് നമ്മൾ സ്റ്റാക്കിങ് ഒക്കെ പെട്ടെന്ന് ചെയ്താൽ ടെൻഷൻ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ അങ്ങനെ ഒരു വെയിറ്റ് കുറവായതുകൊണ്ട് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളും ഇതിൽ കുറച്ച് സ്റ്റിക്കേഴ്സും സ്പ്രിങ്കിൾസൊക്കെ കസ്റ്റമർ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പിക്ക് നമുക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കും കൂടി ചെയ്താൽ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണണേ. അപ്പോൾ കേക്ക് നമ്മൾ അവർ പറഞ്ഞ പോലെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് ബോക്സ് ചെയ്തിട്ട് നമ്മളവിടെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ.